ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ കിച്ചണിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കോക്കനട്ട് മിൽക്ക് പുഡിംഗ് ആണ്. നല്ല ടേസ്റ്റി ആയൊരു പുഡിംഗ് ആണിത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ. പുഡിംഗ് റെഡിയാക്കി എടുക്കാനായി ആദ്യം തന്നെ 10 ഗ്രാം ചൈന ഗ്രാസ് അല്പം വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിരുന്നു. അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ മെൽറ്റായി കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കണം. ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ അടുത്ത അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതാ പാല് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, എല്ലാവരും കാണണം. അതിനോടൊപ്പം തന്നെ ഞാൻ 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 കപ്പോളം ചേർക്കണമെന്നില്ല. മധുരം നോക്കിയിട്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നല്ലപോലെ തിളച്ച് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മെൽറ്റാക്കി വെച്ച ചൈന ഗ്രാസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചൈന ഗ്രാസ് ചേർക്കുന്ന സമയത്ത് അതിൽ മെൽറ്റ് ആവാതെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ അരിച്ചൊഴിക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ അരിക്കുന്നില്ല, ലാസ്റ്റ് മാത്രമാണ് അരിച്ചൊഴിക്കുന്നത്. ഇത് നല്ലപോലെ മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഇതൊരു 2-3 മിനിറ്റ് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ നല്ലപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് പുഡിംഗ് റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് നല്ല ക്രീമി ആയിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടതെങ്കിൽ ഇത്രയും ചൈന ഗ്രാസ് ചേർക്കേണ്ടതില്ല, അളവ് കുറയ്ക്കാവുന്നതാണ്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടി തേങ്ങാപ്പാലാണ് വേണ്ടത്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇനി തീ ഓണാക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു ചൂടിൽ തന്നെ നിന്നാൽ മതി. ഇനി ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു വെക്കുന്നത്. ഞാൻ ഈ മിക്സ് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള ട്രേയിലേക്ക് മാറ്റാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ മുകളിൽ എന്ത് വേണമെങ്കിലും വെക്കാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ മുകളിൽ അല്പം ഡെസിക്കേറ്റഡ് കോക്കനട്ടും അതുപോലെ തന്നെ കാരമലൈസ് ചെയ്ത കാഷ്യൂ ഇരിപ്പുണ്ടായിരുന്നു, അതാണ് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് കവർ ചെയ്തതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെക്കുക. ഇതൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് തന്നെ സെറ്റായി കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഈ യമ്മി പുഡിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.